ഹായ് ഹലോ അസ്സലാമു അലൈക്കും. MS ഫാമിലി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ അതാ ഓട്ടോയിൽ തന്നെയാണ് പോണത്. കാകയും ഞാനും മക്കളും ഉണ്ട്. അപ്പോൾ അത് നോമ്പിൻ്റെ മുൻപ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പം പിന്നെ അപ്ലോഡ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. പിന്നെ ചാനൽ മോണിറ്റൈസേഷൻ കട്ടായി കിടക്കുന്നതിനോണ്ട് തന്നെ പിന്നെ വീഡിയോസ് ഇടാനൊന്നും നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടും കൂടാണ് ഇപ്പം മോണിറ്റൈസേഷനൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, എന്നാലേ ഉള്ളൂ എനിക്ക് പൈസയൊക്കെ കിട്ടി തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ പൈസ കിട്ടിയാലൊക്കെ ഞാൻ എന്തായാലും ചാനൽ വഴി അറിയിക്കുക. ഞങ്ങളൊരു ഞായറാഴ്ചയാണ് കേട്ടോ പോണത്. അപ്പോൾ ഞായറാഴ്ച നല്ല തിരക്കൊക്കെ ആയിരിക്കുമെന്ന് അറിയാം. എന്നാലും ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞ പാടന്നെ പോകുന്നുണ്ട്. വലിയ തിരക്കിലല്ലാതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ എത്താനായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിനാണ് കേട്ടോ ബുദ്ധിമുട്ട്. നല്ലോണം തിരക്കായതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ മറിച്ചുണ്ടാവും. പക്ഷേ അന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പാർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ദാ കോഴിക്കോട് എഴുതിയിട്ട് ഐ ലവ് കോഴിക്കോട് എഴുതിയിട്ടുള്ള ഒരു ഇത് കണ്ടോ, ആ പ്ലേസിൽ വെച്ചിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരിക. ഇപ്പോൾ മക്കളൊക്കെ തന്നെ വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വെള്ളത്തിൽ നിന്ന് നനഞ്ഞാൽ മാറ്റാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ബീച്ചിൽ വന്നിട്ട് ഇത്രയും കാലം വന്നിട്ടും വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല കേട്ടോ. എൻ്റെ കാൽമേൽ വെള്ളമാക്കിയില്ല. അതെന്താ വെച്ചാൽ എനിക്ക് വെള്ളമാക്കുകയാണെങ്കിൽ നമുക്ക് അത് ക്ലീൻ ആക്കി പോകാനുള്ളൊരു സൗകര്യം വേണം. പിന്നെ വണ്ടിയിൽ ആ മണലോട് കൂടി കയറുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദൂരെ നിന്ന് മക്കൾ കളിക്കുന്നത് നോക്കുക എന്നല്ലാതെ ഞാൻ ഇറങ്ങിയിട്ടില്ല. പിന്നെ എന്തെങ്കിലും കഴിക്കാനാണ് കാര്യമായിട്ട് പോണത്. നമുക്ക് അവിടെയുള്ള ഓരോ ഐറ്റംസ് ഫുഡ് കഴിക്കാനൊക്കെ വലിയ ഇഷ്ടമാണല്ലോ. ബീച്ചിലത്തെ കഴിക്കുക, പിന്നെ വരുമ്പം പുറത്ത് ഹോട്ടലിൽ എങ്ങനെ കയറണമെങ്കിൽ അങ്ങനെ ഒരു ഔട്ടിങ് മക്കളൊരു സന്തോഷത്തിന് കേട്ടോ. അങ്ങനെയാണ് ഇടയ്ക്ക് ഞങ്ങൾ ബീച്ചിലൊക്കെ പോയ പാടെ തന്നെ ഞങ്ങൾ ചൊരണ്ടി ഐസ്ക്രീമും അങ്ങനെ ഉപ്പിലിട്ടത് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരത്തെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ വെയിലൊക്കെ ഒന്ന് താന്ന് വന്നിട്ടുണ്ട്. ഞങ്ങൾ എത്തിയ സമയത്ത് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 3 മണി ആ ഒരു ടൈമിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ മക്കൾ എവിടെയെങ്കിലും പുറത്ത് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ കലായിക്കുമ്പോൾ പെട്ടെന്ന് വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പം ഞങ്ങൾ കോഴിക്കോട് തന്നെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് വരികയും പോവുകയും ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റൊക്കെ ഇറങ്ങാൻ വലിയ പേടി മടിയൊക്കെ കാണിച്ചെങ്കിലും പിന്നെ വെള്ളത്തിൽ നിന്ന് കയറ്റാനാണ് കേട്ടോ പാട്. ഞാനതാ അതിൻ്റെ ഇടയിൽ റിച്ചുവിനെയും കൂട്ടിയിട്ട് ഓൻ്റെ പാൻറ്റൊക്കെ ഒന്ന് മാറ്റിച്ചാണ് കേട്ടോ, നനഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എന്നാൽ പിന്നെ അവർക്ക് ധൈര്യമായിട്ട് ഇറങ്ങുകയും ചെയ്യാമല്ലോ വിചാരിച്ച്. പിന്നെ ഇതാ ഇവിടെയൊക്കെ ഒരുപാട് കടകളുണ്ടാവും കേട്ടോ. കുട്ടി കുട്ടി പെട്ടിക്കടകളാണ് ഉണ്ടാവുക. നമുക്കപ്പോൾ കുറേ കടകൾ ഏത് കടയിലാണ് പോകേണ്ടതെന്ന് കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. പിന്നെ കുറേ കൈനോട്ടക്കാരുണ്ടാവും. അങ്ങനെ കുറേ ആൾക്കാരുള്ളൊരു സ്ഥലമാണ് കേട്ടോ ബീച്ച്. പിന്നെ ഇതാ മക്കളെല്ലാവരും കൂടെ കാകൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വിട്ട് നിൽക്കുകയാണ്. പിന്നെ റിച്ചു ഇങ്ങനെ ഓരോന്ന് എഴുതി നോക്കുന്നുണ്ട് കേട്ടോ. അത് കടൽ മയക്കുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വേറെ കുട്ടികളും അതുപോലെ തന്നെ ഓരോന്നൊക്കെ എഴുതുകയാണ്. പിന്നെ എന്തോന്ന് എഴുതിയാൽ മയ്യു എന്നൊക്കെ പറഞ്ഞിട്ട് നവജ്യോതി എന്തോ എന്നാണ് അതൊക്കെ എഴുതിയിട്ട് അത് എന്തായാലും കടലമ്മ മയക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് റിച്ച് എഴുതിയതാണ്. അത് മയച്ച് പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ പേരൊന്ന് എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതി. അത് മാത്രമേ മയക്കുള്ളൂ എന്ന്. അപ്പോൾ അതും മയച്ചപ്പോൾ പറഞ്ഞു അതിലൊന്നും ഒരു കാര്യമില്ലല്ലോ, എല്ലാം മയക്കൂലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ പരീക്ഷണങ്ങളും നടത്തി കേട്ടോ. പിന്നെ മണലൊക്കെ വെച്ച് ഓനെന്തൊക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കി. പിന്നെ ഇതാ ഉപ്പിലിട്ടത് വാങ്ങാനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചൊരണ്ടേഴ്സാണ് ഇവിടെ വീക്ക്നെസ്. ഇപ്പോൾ മക്കൾക്കും എല്ലാവർക്കും മധുരമുള്ളതും എരിവുള്ളതും ഒക്കെ ഉണ്ടാവേ. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂൾ പഠിക്കുന്ന കാലത്ത് സ്കൂളിൻ്റെ മുന്നിലൊക്കെ ഉണ്ടാവേനി കേട്ടോ. JDT വെള്ളിമാടുകുന്നൊക്കെ ഉണ്ടാവലുണ്ടായിനി. പിന്നെ അല്ലാതെ കാര്യമായിട്ട് ഈ ചൊരണ്ടേഴ്സ് കിട്ടണമെങ്കിൽ കോഴിക്കോട് തന്നെ പോണേ. അപ്പോൾ ഞാനിതാ അത് വേഗം ഇങ്ങനെ വെള്ളമായി പോകുമ്പോൾ ലൈറ്റ് ഗ്ലാസ്സോടെ തന്നെ കുടിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചായയും കടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോയി. കാടമുട്ട ഫ്രൈ ഉണ്ടല്ലോ അതും ചായയും, പിന്നെ പരിപ്പ് വട, പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ കല്ലുമ്മക്കായ, ഞങ്ങൾ കടുക്ക പൊരിച്ചതെന്ന് കേട്ടോ പറയുക. അതൊക്കെ ആണ് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് കേട്ടോ. പിന്നെ ഞങ്ങൾ പാർക്ക് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കുറേ നടന്നിട്ടോ. അപ്പോൾ പാർക്ക് ആദ്യമൊന്നും കുറച്ച് കാലം ഓപ്പൺ അല്ല. ഇനി പിന്നെ പോയി നോക്കുമ്പോൾ ഇതാ കേട്ടോ പാർക്കിൻ്റെ അവസ്ഥ. ഇവിടെ പാർക്കേ ഇല്ല, അതൊക്കെ പിന്നെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കാറ്റും കൊണ്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റൊക്കെ ആയിട്ട് ഫൺ സിറ്റിയോ അങ്ങനെ ഒരുപാട് റൈഡുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടേക്കൊന്നും പിന്നെ പോയിട്ടില്ലേ. പിന്നെ അന്ന് ബറാത്ത് ആയിനി. അപ്പം ഞങ്ങൾ വേഗം തന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോരുകയും ചെയ്യുകയാണ് കേട്ടോ.
പോരുന്ന വഴിക്ക് നാത്തൂൻ്റെയും മക്കളെ അടുത്തൊക്കെ ഒന്ന് കയറി. അതിന് ശേഷം ഞങ്ങൾ ഏതായാലും വീട്ടിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ ഇനി മസാല ദോശ വാങ്ങാമെന്ന് പറഞ്ഞിട്ടോ പൊന്നൂസ്. അപ്പോൾ മസാല ദോശ മാത്രം കിട്ടുന്ന ഒരു കട ഉണ്ട് കേട്ടോ, ഒരു ഷോപ്പുണ്ട്. നല്ല തിരക്കുള്ള ഒരു ഷോപ്പാണ് കേട്ടോ, നല്ല സാധനമാണ് അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ പോയി കഴിച്ചില്ല. അപ്പം മക്കൾ പറഞ്ഞു അവിടുന്ന് കഴിക്കേണ്ട, ഏതായാലും നനഞ്ഞിട്ടുണ്ടല്ലോ, അതിനെക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പാർസൽ വാങ്ങിയിട്ടോ. മസാല ദോശയും അതിൻ്റെ ചട്നിയും സാമ്പാറും പിന്നെ ഒരു സൈസ് ഗ്രേവിയും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ അത് വാങ്ങി എല്ലാവർക്കും വാങ്ങി വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. ഇതാണ് കേട്ടോ ആ പ്ലോട്ട്, അടിപൊളിയാണ്. ഇത് കോട്ടാമ്പറമ്പ് അവിടെ കേട്ടോ സ്ഥലം. പിന്നെ ഇത് അവിടുന്ന് പുറത്തേക്കുള്ള വഴിയാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇനിയും വീഡിയോസ് ഇടും, അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിട്ട് മസാല ദോശയും ഒക്കെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.